വീണ്ടും നമ്മൾ മഴ മുന്നറിയിപ്പിലേക്ക് പോകുന്നു. ഓരോ അരമണിക്കൂറിലും പ്രേക്ഷകരിലേക്ക് കൃത്യമായ മഴ മുന്നറിയിപ്പുകൾ റിപ്പോർട്ടർ ടിവിയിലൂടെ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എന്താണ് മഴയുടെ നിലവാരം, മഴയുടെ തോത്, ഇതൊക്കെ വളരെ കൃത്യമായി അടുത്ത മണിക്കൂറുകളിലേക്കുള്ള മഴ മുന്നറിയിപ്പുകളെല്ലാം റിപ്പോർട്ടർ ടിവി നൽകും. ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട മഴ മുന്നറിയിപ്പ് വരുന്നു. അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. ഒരിക്കൽ കൂടി ഞാൻ പറയാം, അടുത്ത 3 മണിക്കൂറിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കും എന്നാണ് മുന്നറിയിപ്പ്. കണ്ണൂരും കാസർഗോട്ടും ഇപ്പോഴും റെഡ് അലർട്ട് തന്നെയാണ്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട്, കരുതിയിരിക്കുക. പ്രിയപ്പെട്ടവരെ, ശക്തമായ കാറ്റിലും മഴയിലും തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വ്യാപക കൃഷിനാശം. വിളവെടുക്കാൻ 2 മാസമുള്ള വാഴകൾ ഒടിഞ്ഞു വീണു. വായ്പയെടുത്ത് കൃഷി ചെയ്ത കർഷകർക്കും വലിയ നഷ്ടമാണ്. അരുൺ സോളമൻ ഉണ്ട് നെയ്യാറ്റിൻകരയിൽ ഈ കൃഷിയിടങ്ങളിൽ നിന്ന്. അരുൺ സോളമൻ, അവിടെ കറണ്ടില്ലെന്ന് പറയുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം മുതൽ കുറേ പ്രേക്ഷകർ മെസ്സേജ് അയക്കുന്നുണ്ട്. ഈ മരമൊക്കെ കടപുഴകി വീണതുകൊണ്ടൊക്കെയാണോ ഈ പ്രശ്നം? ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് കർഷകന് വലിയ നഷ്ടമാണല്ലോ ഉണ്ടായിരിക്കുന്നത്. അരുൺ, ഇന്നലെ രാത്രി 8 മണിക്കാണ് തലസ്ഥാനത്ത് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കറണ്ട് പോയിരിക്കുന്നത്. പ്രധാനമായും ഈ മരങ്ങൾ ഒടിഞ്ഞു വീണതുകൊണ്ട് തന്നെ, കടപുഴകിയതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ചും മലയോര മേഖലകളിൽ അടക്കം വൈദ്യുതി കമ്പികൾ പൊട്ടി വീണിട്ടുണ്ട്. KSEB ജീവനക്കാർ പണികൾ ഇന്നലെ രാത്രി തന്നെ ആരംഭിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും കറണ്ട് വരാത്ത പ്രധാനപ്പെട്ട മേഖലകളുണ്ട് എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നെയ്യാറ്റിൻകര വടബോർഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. നമുക്കിവിടെ ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, ഓണം വിപണി ലക്ഷ്യമിട്ട് എടുത്ത ഒരു സ്ഥലങ്ങളായിരുന്നു. ഇവര് ഏത്തൻ വാഴകളായിരുന്നു വച്ചിരുന്നത്. ഏക്കർ കണക്കിന് ധാരാളം, ഏകദേശം നോക്കിയാൽ ബാലരാമപുരം വിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു 50ഓളം ഏക്കർ ഭൂമിയിൽ വായ്പയ്ക്ക് കൃഷി ചെയ്ത സ്ഥലമായിരുന്നു. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെ വലിയൊരു കനത്ത തിരിച്ചടി തന്നെ കർഷകർക്ക് നേരിട്ടു എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ നമുക്കൊപ്പം ഇവിടെ കർഷകരുണ്ട്. ഈ പ്രധാനമായും വാഴയ്ക്കപ്പുറം സാധാരണയൊക്കെ കാറ്റും മഴയൊക്കെ വരുമ്പോൾ വാഴയൊക്കെ ഒടിഞ്ഞു വീഴാറുണ്ട്. പക്ഷേ ഇത്തവണ മരിച്ചിനി സഹിതം ഒടിഞ്ഞു വീണു എന്നുള്ളതാണ്. അത്തരത്തിൽ ശക്തമായിട്ട്, കാരണം നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ സൂചിപ്പിച്ചതുപോലെ മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശിയത്. ഇപ്പോൾ നമുക്കൊപ്പം കർഷകൻ കൂടിയായിട്ടുള്ള ചന്ദ്രശേഖരൻ ചേട്ടനുണ്ട്. ചേട്ടാ, വലിയ നഷ്ടം സംഭവിച്ചിരിക്കുകയാണ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിക്കാതെ നഷ്ടമാണ്, ഭീമമായ നഷ്ടമാണ്. ഇപ്പോൾ എനിക്കൊരു 6 ലക്ഷം രൂപ നഷ്ടം വരും ഈ കാറ്റത്ത് മാത്രം. എത്ര ഏക്കറിലായിരുന്നു കൃഷി? എനിക്ക് 4 ഏക്കറുണ്ട്. 4 ഏക്കർ മൊത്തം ഏത്തവാഴയാണ്, എല്ലാം പോയി. കഴിഞ്ഞ സീസണിലൊക്കെ ഇങ്ങനെ കനത്ത നഷ്ടം ഉണ്ടായിട്ടുണ്ടോ? ഇത്രയും വലിയ നഷ്ടം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് കഴിഞ്ഞതിന്റെ അങ്ങേ വർഷം കുറച്ചുണ്ടായി. അത് വേനലിൽ വന്ന നഷ്ടമാണ്. ആ നഷ്ടം സർക്കാരിൽ നിന്നൊന്നും കിട്ടിയില്ല. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ കൃഷിഭവനിൽ നിന്നോ അല്ലെങ്കിൽ കൃഷി വകുപ്പിൽ നിന്നോ ഈ ഇങ്ങനെ നഷ്ടം സംഭവിക്കുമ്പോൾ നഷ്ടപരിഹാരം കിട്ടാറില്ലേ? ഒന്നും കിട്ടാറില്ല. പ്രതീക്ഷിക്കാറുണ്ടോ? ശരി, 6 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രതികരണം എടുത്തോളൂ അരുൺ.